നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നേ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ന് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. 2023 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ്. തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ. നിങ്ങളുടെ ലൈക്സ് കാണുമ്പോഴാണ് എത്രത്തോളം നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന കുറച്ച് അഭ്യാസങ്ങളാണ്. അഭ്യാസങ്ങൾ എന്ന് പറയുമ്പോൾ നാവികാഭ്യാസം, വ്യോമാഭ്യാസം, സൈനികാഭ്യാസം, അടുത്തിടയ്ക്ക് നടന്ന കുറച്ച് എക്സസൈസസ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് വീർ ഗാർഡിയൻ 2023. വീർ ഗാർഡിയൻ 2023 എന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന സംയുക്ത വ്യോമാഭ്യാസമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടന്ന സംയുക്ത വ്യോമ അഭ്യാസമാണ് ഏതെന്ന് പറയുന്നത് വീർ ഗാർഡിയൻ 2023. വീർ ഗാർഡിയൻ 2023 വ്യോമാഭ്യാസമാണ് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടന്ന സംയുക്ത വ്യോമ അഭ്യാസം. അടുത്തത് വരുണ എന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടന്ന സംയുക്ത നാവിക അഭ്യാസം. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടന്ന സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ. ഇപ്പൊ വീർ ഗാർഡിയൻ 2023 ഇന്ത്യ ആൻഡ് ജപ്പാൻ, വരുണ എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. അടുത്തത് സൈക്ലോൺ 1 എന്നത് ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ്. സൈക്ലോൺ സൈനികം, സൈ എന്ന് വെച്ച് കണക്ട് ചെയ്യാം. സൈക്ലോൺ 1 എന്നത് ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസം. വരുണ എന്നത് നാവിക അഭ്യാസം, ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. വീർ ഗാർഡിയൻ 2023 എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടന്ന സംയുക്ത വ്യോമ അഭ്യാസമാണ്. ഓക്കെ, അപ്പൊ ഈ 3 എക്സസൈസ് ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞില്ലേ? വീർ ഗാർഡിയൻ 2023, വരുണ ആൻഡ് സൈക്ലോൺ 1. അടുത്തത് ഒരു വ്യക്തിയെ പറ്റിയാണ്. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് പഠിക്കേണ്ട ഫാക്ട്. ഇദ്ദേഹത്തിന്റെ പേര് ദിലീപ് മെഹ്ലനാബിസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ORSന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ORSന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ORSന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിലീപ് മെഹ്ലനാബിസ് ആണ്. ദിലീപ് മെഹ്ലനാബിസ്. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചിരുന്നു. ഒരു വിയോഗമാണ്. അടുത്തത് വീണ്ടും ഒരു വിയോഗം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് പഠിക്കാനുള്ള. ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെഹംടൺ ഇ ഉദ്വാഡിയ. ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഉദ്വാഡിയ അടുത്തിടെ അന്തരിച്ചു. പഠിക്കേണ്ട ഫാക്ട് ഏതാ? ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉദ്വാഡിയ. ഇനി അടുത്തിടെ അന്തരിച്ച പ്രമുഖ നിയമജ്ഞനായ ശാന്തി ഭൂഷണിന്റെ ആത്മകഥയുടെ പേരെന്താണ്? അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ നിയമജ്ഞനായ ശാന്തി ഭൂഷന്റെ ആത്മകഥയുടെ പേരാണ് കോർട്ടിംഗ് ഡെസ്റ്റിനി. അത് ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. കോർട്ടിംഗ് ഡെസ്റ്റിനി ശാന്തി ഭൂഷന്റെ ആത്മകഥയാണ്. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ച പ്രശസ്തനായ നിയമജ്ഞനാണ്. അടുത്തത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ അമർത്യ സെന്നിന്റെ ഒരു പുസ്തകം അടുത്തിടെ പ്രകാശനം ചെയ്തു. ആ പുസ്തകത്തിന്റെ പേരാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്നത് ആരുടെ പുസ്തകം? സിമ്പിൾ ആയിട്ട് അമർത്യ സെന്നിന്റെ പുസ്തകമാണ് താർക്കികരായ ഇന്ത്യക്കാർ. മുകളിലോട്ട് പോവാം. താർക്കികരായ ഇന്ത്യക്കാർ, അമർത്യ സെൻ. കോർട്ടിംഗ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ്? ശാന്തി ഭൂഷൺ എന്ന നിയമജ്ഞന്റെ ആത്മകഥയാണ്. ഡോക്ടർ ടെഹംടൺ ഇ ഉദ്വാഡിയ ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ORSന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ദിലീപ് മെഹ്ലനാബിസ്.
ഇനി 3 എക്സസൈസ്. സൈക്ലോൺ 1 സൈ എന്ന് പറയുമ്പം സൈനിക അഭ്യാസം, ഇന്ത്യ ആൻഡ് ഈജിപ്ത്. വരുണ എന്ന് പറയുന്നത് നാവിക അഭ്യാസം, ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. വീർ ഗാർഡിയൻ 2023 ഇന്ത്യ ആൻഡ് ജപ്പാൻ വ്യോമ അഭ്യാസം. ക്ലിയർ? അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് പറയട്ടെ. ചെറിയ മനുഷ്യരും വലിയ ലോകവും, ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റ് ശബരിനാഥ് അടുത്തിടെ അന്തരിച്ചു. അപ്പൊ ചോദ്യം ഇതാണ്, ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് ആരാണ്? ജി അരവിന്ദനാണ്. ജി അരവിന്ദന്റേതാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര. അതില് രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആരാണ്? ആർട്ടിസ്റ്റ് ശബരിനാഥാണ്. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചായിരുന്നു. അപ്പൊ ആ പോയിന്റ് ഓർക്കുക, ജി അരവിന്ദന്റേതാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര. അടുത്തത്, വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. കുസാറ്റ് ആണ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ആണ്. അടുത്തത് ഒരു പുസ്തകമാണ്, ഒരു കൃതിയാണ്. എം ബി രാജേഷിന്റേതാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്നത് ആരുടെ കൃതിയാണ്? എം ബി രാജേഷിന്റെ കൃതിയാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര ആരുടേതാണ്? ജി അരവിന്ദന്റേതാണ്. ജി അരവിന്ദന്റേത്. ഇനിയില്ലേ, ബഷീറിന്റെ ബാല്യകാല സഖി, പാത്തുമ്മായുടെ ആട്, തകഴിയുടെ തോട്ടിയുടെ മകൻ എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താ? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അദ്ദേഹമാണ് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ആണ് ബഷീറിന്റെ ബാല്യകാല സഖി, പാത്തുമ്മായുടെ ആട്, തകഴിയുടെ തോട്ടിയുടെ മകൻ എന്നീ കൃതികളൊക്കെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാ? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ആണ്. ഇനി പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവായ ബി ആർ പ്രസാദ് അടുത്തിടെ അന്തരിച്ചായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേരെന്താ? ബി ആർ പ്രസാദിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേരാണ് ചന്ദ്രോത്സവം. ചന്ദ്രോത്സവം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബി ആർ പ്രസാദ് ആണ്. ബി ആർ പ്രസാദിന്റെ ആദ്യത്തെ പുസ്തകമാണ് ഇത്, ചന്ദ്രോത്സവം എന്നത്. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ഒരു വനിതാ ഓഫീസറാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. എവിടെയാണ്? സിയാച്ചിൻ എന്നാണ് ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ ബാറ്റിൽ ഫീൽഡായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. പാതവാവധി ആദ്യമായിട്ട് അനുവദിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? ക്യുസാറ്റ് ആണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്നത് എം ബി രാജേഷിന്റേതാണെന്നും ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്നത് ജി അരവിന്ദന്റേതാണെന്നും അതിൽ അഭിനയിച്ച രാമു എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ആർട്ടിസ്റ്റ് ശബരിനാഥ് അന്തരിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. ബാല്യകാല സഖി, പാത്തുമ്മായുടെ ആട്, തോട്ടിയുടെ മകൻ എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ അടുത്തിടെ അന്തരിച്ചു. ബി ആർ പ്രസാദിന്റെ ആദ്യത്തെ പുസ്തകമാണ് ചന്ദ്രോത്സവം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കാം. അടുത്തിടെ പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളുടെ പേരാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കണേ. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം, ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം, ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം രചിച്ചത് ആരെല്ലാം ചേർന്നിട്ടാണ്? ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറും ചേർന്നിട്ടാണ് ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം, ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം രചിച്ചത്. ചന്ദ്രോർക്കറും
സുധീറും. സൂരജ് സുധീറും ആശിഷ് ചന്ദ്രോർക്കറും ചേർന്നിട്ടാണ് ഈ ഒരു പുസ്തകം രചിച്ചത്. അടുത്തത് സൽമാൻ റുഷ്ദിയുടെ പുസ്തകമാണ്, വളരെ ഇമ്പോർട്ടന്റ്. വിക്ടറി സിറ്റി. വിക്ടറി സിറ്റി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വിക്ടറി സിറ്റി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദിയുടെ പുസ്തകം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. വിക്ടറി സിറ്റി. വിക്ടറി സിറ്റി. ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ബ്രാൻഡ് അംബാസിഡറായ പുതിയ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ഇനി 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെ? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. എവിടെയാ? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് നടക്കാൻ പോകുന്നത്. പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ജേതാക്കളായത് പാലക്കാടാണ്. എറണാകുളം ജില്ലയിൽ വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിന്റെ ജേതാക്കളായത് പാലക്കാടാണ്. പാലക്കാട്. അപ്പൊ ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ ആരൊക്കെയാണ്? ആശിഷ് ചന്ദ്രോർക്കറും സൂരജ് സുധീറുമാണ്. വിക്ടറി സിറ്റി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് നടന്നത് എവിടെ വെച്ച? എറണാകുളം. ജേതാക്കളായത് പാലക്കാട്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ? അഹമ്മദാബാദിലാണ് അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ 2023 നടക്കുന്നത്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അമർത്യ സെൻ. അമർത്യ സെൻ. ഓർമ്മ കിട്ടുന്നുണ്ടോ? താർക്കികരായ ഇന്ത്യക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അമർത്യ സെൻ ആണ്. ശാന്തി ഭൂഷന്റെ ആത്മകഥയുടെ പേരെന്താ? കോർട്ടിംഗ് ഡെസ്റ്റിനി. കോർട്ടിംഗ് ഡെസ്റ്റിനി. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. തിരഞ്ഞെടുത്ത കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഇതുവരെ പഠിച്ച കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്ത് പൊക്കോണം. പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇട്ടേക്കണേ. ഞാൻ എല്ലാ കമന്റ്സും നോക്കാറുണ്ട്. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.